Hi, good morning. നമുക്കിന്നൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയാലോ. കുറേ പേര് പലപ്പോഴും ചോദിക്കാറുണ്ട് ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ബിരിയാണി ഉണ്ടാക്കുന്ന റെസിപ്പികളൊക്കെയാണ് കൂടുതൽ ചെയ്തിട്ടുള്ളത്. ഇത് ഫ്രൈ ഒന്നും ചെയ്യേണ്ട, നമ്മൾ മസാലയൊക്കെ ഒന്ന് മിക്സ് ചെയ്തൊരു 10-20 മിനിറ്റ് വെച്ചിട്ട് പിന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. ദമ്മും ചെയ്യണ്ട കേട്ടോ. ദം ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് ഒന്ന് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിക്കൻ ബിരിയാണി റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്യൂ. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ചിക്കൻ ബിരിയാണി തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ ബസ്മതി റൈസ് 30 മിനിറ്റ് സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. സോക്ക് ചെയ്തിട്ട് സ്ട്രെയിൻ ചെയ്തെടുത്തതാണ്. അതുപോലെ തന്നെ അതിലേക്ക് ചിക്കൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ചിക്കൻ്റെ മസാലയ്ക്കായിട്ട് 6 സവോള എടുത്തിട്ടുണ്ട് കേട്ടോ. മീഡിയം വലിപ്പമുള്ള 6 സവോള എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് 5 സവോള എടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ ഫ്രൈ ചെയ്ത സവോളയും കൂടി ചേർത്തിട്ട് നമ്മൾ മസാല പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് 5 സവോള എടുത്തിട്ടുള്ളത്. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇനി പറയാം. ഇതെല്ലാം മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം കേട്ടോ. പിന്നെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് 2 ഉണ്ട വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു 4-5 പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. 2 ഉണ്ട വെളുത്തുള്ളിയുടെ അത്രയും തന്നെ ഇഞ്ചി എടുത്തിട്ടുണ്ട്. 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതൊന്ന് മിക്സിയിൽ ചതച്ചെടുത്തതാണിത്. പിന്നെ ഒരു പിടി വലിയ പിടി മല്ലിയില എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ പിടി പുതിനയില എടുത്തിട്ടുണ്ട്. മല്ലിയില കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്, പുതിനയില കട്ട് ചെയ്തിട്ടില്ല. പിന്നെ നെയ്യ് വേണം. അതുപോലെ തന്നെ നമുക്ക് മസാലയിലേക്കും റൈസിലേക്കും ആവശ്യമായിട്ടുള്ള മസാലകളാണ് കേട്ടോ ഇത്. 2 തക്കോലം എടുത്തിട്ടുണ്ട്, ചെറിയ തക്കോലാണ്. 6 ഏലക്ക എടുത്തിട്ടുണ്ട്. 3-4 പീസ് പട്ട എടുത്തിട്ടുണ്ട്. 6 ഗ്രാമ്പു എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് 2 ബേ ലീഫാണ്. ഇത്രയും കാര്യങ്ങൾ മതി നമുക്ക് മസാലയ്ക്കും റൈസിനും കൂടി. അപ്പോൾ ഇതും നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാം. ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണം, ചെറുനാരങ്ങ നീര് വേണം, തൈര് വേണം. അപ്പോൾ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് ചിക്കൻ എടുത്ത് വലിയൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ചിക്കൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 1.5 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1.5 ടീസ്പൂൺ തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർക്കുന്നുണ്ട്. നമ്മൾ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതൊക്കെ വേറെ ചേർക്കുന്നുണ്ട് കേട്ടോ മസാലയിൽ. പിന്നെ നമ്മൾ ചേർക്കാൻ പോകുന്നത് 1 ടീസ്പൂൺ മല്ലിപ്പൊടി. 1 ടീസ്പൂൺ മല്ലിപ്പൊടി മാത്രം മതി. ബാക്കിയുള്ളത് മസാലയ്ക്ക് ആവശ്യമുള്ളത് ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ഞാൻ ചേർക്കുന്നത് നല്ല എരിവുള്ള മുളക് പൊടിയാണ്. അതുകൊണ്ട് തന്നെ ഒരു 1/4 ടീസ്പൂണേ മുളക് പൊടിയും ചേർക്കുന്നുള്ളൂ. മുളക് പൊടിയുടെ എരിവനുസരിച്ച് നിങ്ങൾക്ക് മുളക് പൊടിയുടെ അളവ് തീരുമാനിക്കാം കേട്ടോ. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ തന്നെ ഗരം മസാലപ്പൊടി. വീട്ടിൽ പൊടിച്ച ഗരം മസാലപ്പൊടി ആയതുകൊണ്ടാണ് 1/4 ടീസ്പൂൺ ചേർക്കുന്നത്. പുറത്തുനിന്ന് വാങ്ങിച്ചതാണെങ്കിൽ 1.5 ടീസ്പൂൺ ചേർക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് പുളിയില്ലാത്ത കട്ടത്തൈര്. പുളിയുള്ള തൈരാണെങ്കിൽ അളവ് വ്യത്യാസം വരും. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ തൈര് ചേർക്കുന്നുണ്ട്. പുളിയുള്ള തൈരാണെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ തൈര് മതി. ഇനി നമ്മൾ കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ച് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ ചിക്കൻ വാങ്ങിക്കുമ്പോൾ ബിരിയാണി കട്ടെന്ന് പറഞ്ഞിട്ട് തന്നെ ചിക്കൻ വാങ്ങിക്കുക കേട്ടോ. അല്ലാത്ത രീതിയിൽ ചെറിയ പീസുകളായിട്ട് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബിരിയാണിയിൽ കാണുമ്പോൾ അത്ര വലിയ ഭംഗി ഉണ്ടാവില്ല. അതുപോലെ ചിക്കൻ പീസ് ചെറുതായി പോയിട്ടുണ്ടെങ്കിൽ കറി പീസ് ആയിട്ടുണ്ടെങ്കിൽ അത്ര സുഖം ഉണ്ടാവില്ല കേട്ടോ ബിരിയാണിക്ക്. അപ്പോൾ ഞാനിതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. ഇപ്പോൾ നമ്മുടെ ചിക്കനിലേക്ക് നന്നായിട്ട് മസാല തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഒരു 10 മിനിറ്റ് മാറ്റി വെച്ചാൽ മതി. അതിനുള്ളിൽ നമുക്ക് ബാക്കിയുള്ള നമ്മുടെ ഫ്രൈ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് റൈസ് വേവിച്ച് വരുമ്പോൾ നമ്മുടെ ചിക്കനിലേക്ക് മസാലയൊക്കെ പിടിച്ചു വന്നോളൂ. അപ്പോൾ നമ്മളൊരു ചീനച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടിയിലേക്ക് ഞാൻ ആദ്യം ചേർക്കുന്നത് നെയ്യാണ് കേട്ടോ. നമ്മുടെ കാഷ്യൂനട്ടും റൈസിൻസും ഫ്രൈ ചെയ്യാൻ ആവശ്യമായ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3 ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. നെയ്യ് നിങ്ങൾക്ക് കൂടുതൽ ചേർക്കണമെങ്കിൽ ചേർക്കാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കാഷ്യൂനട്ട് ആദ്യം ചേർത്ത് കൊടുക്കാം. ഒരുപാട് നെയ്യ് ചൂടാവണ്ട, കാഷ്യൂനട്ടിൻ്റെ കളർ മാറിപ്പോവും. അതുകൊണ്ട് നെയ്യ് ചെറുതായിട്ട് ചൂടാവട്ടെ. ഈ സമയത്ത് തന്നെ നമ്മൾ റൈസ് കുക്ക് ചെയ്യാൻ ആവശ്യമായ വെള്ളം വയ്ക്കുക. വെള്ളത്തിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതി പിഴിഞ്ഞൊഴിക്കുക കേട്ടോ. കുരു ഇല്ലാതെ പിഴിഞ്ഞൊഴിക്കുക. അപ്പോൾ നമ്മുടെ കാഷ്യൂനട്ട് ഒന്ന് കുക്കായി തുടങ്ങുന്നുണ്ട്. കാഷ്യൂനട്ടിൻ്റെ കളർ വല്ലാതെ മാറുന്നതിന് മുന്നേ തന്നെ നമുക്ക് റൈസിൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. കാഷ്യൂനട്ടിൻ്റെ റൈസിൻസിൻ്റെയൊക്കെ അളവ് ഞാൻ പറയുന്നില്ല കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. ഇനി റൈസിൻസ് ഒന്ന് വീർത്ത് വരുന്നത് വരെ നമ്മൾ വീണ്ടും ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇതേ നെയ്യ് തന്നെ നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നെയ്യ് ഇപ്പോൾ ചേർത്തിരിക്കുന്നത്. ഇപ്പോൾ ഇതാ നമ്മുടെ കാഷ്യൂനട്ടും റൈസിൻസും റെഡിയായി വന്നിട്ടുണ്ട്. കാഷ്യൂനട്ടിൻ്റെ കളർ വല്ലാതെ മാറിപ്പോയിട്ടില്ല. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ചിട്ട് ഇത് നെയ്യിൽ നിന്ന് മാറ്റാം. ഫ്ലെയിം ഓഫ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതൊന്ന് നെയ്യിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് നമുക്കിതിലേക്ക് വേറെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനുണ്ട്. അരി വേവിക്കാൻ വെച്ചിരിക്കുന്ന വെള്ളത്തിലേക്ക് ഞാൻ ഇതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്ത് ചേർക്കാൻ പോവാണ് കേട്ടോ. അതെന്ന് വെച്ചാൽ നമ്മൾ അരി വേവിക്കാൻ വെച്ചിരിക്കുന്ന വെള്ളത്തിലേക്ക് ഓയിൽ ചേർക്കുന്നതിനേക്കാൾ ടേസ്റ്റ് നെയ്യ് ചേർക്കുമ്പോഴാണ്. ഇനി നമ്മൾ ഈ നെയ്യിലേക്ക് ബാക്കി ചേർക്കാൻ പോകുന്നത് സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ വെള്ളം തിളച്ച് വരട്ടെ. നമുക്കിനി സൺഫ്ലവർ ഓയിൽ
ഈ നെയ്യിലേക്ക് ചേർത്തിട്ട് ഇതിലേക്ക് സവോള വറുക്കാനുള്ളത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ഓയിലും കൂടി ചേർത്തിട്ടുണ്ട് നെയ്യുടെ കൂടെ. ഇനി നമുക്ക് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഓയിലൊന്ന് ചൂടാവാൻ വെയിറ്റ് ചെയ്യാം. സവോള നല്ല തിന്നായിട്ട് നമ്മൾ സ്ലൈസ് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ കുറച്ചായിട്ടൊരു 4-5 ബാച്ചായിട്ടാണ് സവോള ഫ്രൈ ചെയ്യാൻ പോകുന്നത്. ഈ സവോള ഡാർക്ക് കളറായിട്ട് വരുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കരുത്, ലൈറ്റ് ഷെയ്ഡായിട്ട് വരുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഒന്ന് ഇളക്കി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ സവോളയുടെ കളറ് മാറി തുടങ്ങി. ഞാൻ ഇതിലേക്ക് 1 പിഞ്ച് പഞ്ചസാര ചേർത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സ്റ്റേജ് ആയപ്പോൾ 1 പിഞ്ച് പഞ്ചസാര ചേർത്ത് കൊടുത്തു. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സവോള ക്രിസ്പി ആയിട്ടിരിക്കാനും അതുപോലെ തന്നെ കളറ് വേഗം മാറിപ്പോവാതെ ഈ ഒരു കളറ് മെയിൻറ്റെയിൻ ചെയ്ത് കിട്ടാനും നമുക്ക് 1 പിഞ്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. അതുകൊണ്ടാണ് ലാസ്റ്റ് ആവുമ്പോൾ 1 പിഞ്ച് പഞ്ചസാര ചേർക്കുന്നത്. ഇപ്പോൾ കണ്ടോ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡായി. ഇനി ഒരുപാട് സമയം നമ്മൾ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കണ്ട, നമുക്ക് പതുക്കെ കോരിയെടുക്കാം. ഇപ്പം നിങ്ങൾക്ക് നോക്കുമ്പോൾ തളർന്നിരിക്കുന്ന പോലെയൊക്കെ തോന്നും. കുറച്ച് കഴിയുമ്പോൾ അത് ക്രിസ്പി ആയിക്കോളൂ കേട്ടോ. ചൂടൊന്ന് മാറി ഒന്ന് തണുത്ത് കഴിയുമ്പോൾ കറക്റ്റ് കളർ ആയിക്കോളും. അപ്പോൾ ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റിയിട്ട് ബാക്കി നമ്മുടെ റൈസിൻ്റെ പരിപാടികൾ നോക്കാം. ഇപ്പോൾ നമ്മുടെ വെള്ളം തിളയ്ക്കാറായിട്ടുണ്ട്, ബബിൾസ് വന്ന് തുടങ്ങാൻ പോകുന്നു. ഇതിലേക്ക് നമുക്ക് റൈസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ വെള്ളം വറ്റിച്ചാണ് കേട്ടോ എടുക്കുന്നത്. 5 കപ്പ് റൈസിനും കൂടി 5 കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. ആ 1 കപ്പ് റൈസിന് 1 കപ്പ് വെള്ളം എന്നുള്ള അളവിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ വെള്ളം വറ്റിച്ചെടുക്കുമ്പോൾ ഉപ്പിൻ്റെ അളവ് കൂടി പോകാതെ ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ഒരു 1.5 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. നമുക്ക് ഒന്ന് തിളച്ച് തുടങ്ങുമ്പോൾ ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു ബേ ലീഫ് ചേർക്കുന്നുണ്ട്, 3 ഏലക്ക ചേർക്കുന്നുണ്ട്, പിന്നെ നമ്മുടെ തക്കോലം 1 ചേർക്കുന്നുണ്ട്, 3 പീസ് പട്ട ചേർക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്കിത് കിഴി കെട്ടിയിട്ട് ചേർക്കണമെങ്കിൽ കിഴി കെട്ടിയിട്ട് ചേർക്കാം. പിന്നെ ഞാൻ ചേർക്കുന്നത് 6 ഗ്രാമ്പു ആണ്. ചെറുനാരങ്ങ നീര് ആദ്യമേ ഒരു നാരങ്ങയുടെ പകുതി ചേർത്തിട്ടുണ്ട്. ഇനി വെള്ളം നന്നായിട്ട് വെട്ടി തിളയ്ക്കുമ്പോൾ നമുക്ക് അരി ചേർക്കാം. അരി ചേർക്കുന്നതിൻ്റെ കൂടെ തന്നെയാണ് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയും കൂടി ചേർക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വെള്ളം തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ഉണ്ടല്ലോ, ഉള്ളി 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 ടേബിൾ സ്പൂൺ സവോള ഫ്രൈ ചെയ്ത് ഞാൻ ചേർത്തിട്ടുണ്ട്. റൈസ് ചേർത്ത് കൊടുക്കാം. റൈസ് ഓവർ കുക്കായി പോരുത് കേട്ടോ. റൈസ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. അതിനുശേഷം ചെറിയ ബർണറിൽ വെച്ച് കുക്ക് ചെയ്യുക, വലിയ ബർണറിൽ വെച്ച് കുക്ക് ചെയ്യരുത്. ഇപ്പോൾ നമ്മൾ നമ്മുടെ റൈസൊക്കെ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സവോള ഫ്രൈ ചെയ്തെടുത്ത അതേ ഓയിലും നെയ്യും ചേർന്ന മിക്സ് ഉണ്ടല്ലോ, അതിലേക്ക് നമ്മൾ വേറെ ഓയിൽ ആഡ് ചെയ്തിട്ടില്ല. അതേ ഓയിലിലേക്ക് തന്നെ നമ്മൾ മസാലയ്ക്കുള്ള സവോള ചേർക്കാൻ പോവാണ്. ഈ സവോളയിലേക്ക് ഞാനിപ്പോൾ ഉപ്പ് ചേർക്കുന്നില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിക്കനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ സവോള ഒന്ന് കുക്കായി ചിക്കനും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവോള ഒന്ന് കുക്കായി വരട്ടെ. ഒരു ഹാഫ് കുക്കായി വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവോള ഒന്ന് ഹാഫ് കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബേ ലീഫും പട്ടയും ഏലക്കയും തക്കോലവും ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതും ചേർത്ത് കൊടുക്കാം. ഇത് ആദ്യമേ ചേർക്കാത്തത് എന്താണെന്ന് വെച്ചാൽ ചട്ടിയിൽ പിടിക്കും. അതുകൊണ്ടാണ് നമ്മൾ സവോള ഒന്ന് പകുതി കുക്കാവുമ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് മല്ലിയില, കുറച്ച് പുതിനയില. ഇനി നമുക്കിതെല്ലാം ചേർത്ത് സവോള നന്നായിട്ട് ബ്രൗൺ ആയി വരുന്നത് വരെ വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ കുക്കായി വളരെ ചെറിയ അളവിലേക്ക് മാറി. ഇതിലേക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് കേട്ടോ. നമ്മുടെ ഗ്രേവിക്ക് ആവശ്യമായ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ എരിവിനനുസരിച്ച് മുളക് പൊടി, നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. അതുകൊണ്ട് 1 ടീസ്പൂൺ മുളക് പൊടിയേ ചേർത്തിട്ടുള്ളൂ. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. അടുത്തതായിട്ട് ചേർക്കുന്നത് 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി. പിന്നെ നമ്മൾ ചേർക്കാൻ പോകുന്നത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സവോള, അത് ഒരു 1.5 സവോള ഫ്രൈ ചെയ്തത് ചേർക്കുക. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ ഒരു റെസിപ്പിയിൽ നമ്മൾ തൈര് മാത്രമേ ചേർക്കുള്ളൂ കേട്ടോ. ചിക്കനിൽ തക്കാളി ചേർക്കില്ല ഈ ഒരു മസാല ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ നമ്മൾ ചിക്കനിൽ മാരിനേറ്റ് ചെയ്തപ്പോൾ തൈര് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിനി തക്കാളി ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ പൊടികൾ നന്നായിട്ട് കുക്കാവാനായിട്ട് 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ ആ വെള്ളത്തോടു കൂടി തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് ഈ ചിക്കനും മസാലകളും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇതിലേക്ക് വെള്ളം ചേർത്ത് കുക്ക് ചെയ്യരുത് കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളൊന്ന് ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരുന്ന രീതിയിൽ കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ചിക്കൻ ഒന്ന് ഹാഫ് കുക്കായി വന്ന് കഴിയുമ്പോൾ
നമുക്ക് ഉപ്പ് ചെക്ക് ചെയ്യാം. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ കുക്കായി. ചിക്കൻ ഞാനൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 5-6 മിനിറ്റ് അടച്ചു വെച്ചിട്ടാണ് കുക്ക് ചെയ്തത്. അപ്പോൾ ചിക്കൻ കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഉപ്പ് ചെക്ക് ചെയ്തപ്പോൾ ഉപ്പ് കുറവായിരുന്നു. അപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾ ചിക്കൻ കുക്കായിട്ടുണ്ടോ എന്ന് ഇടയ്ക്ക് ഒന്ന് കഴിച്ച് നോക്കുക. ഒരു പീസ്, ചെറിയൊരു പീസ് എടുത്ത് കഴിച്ച് നോക്കുക. ചിക്കൻ കുക്കായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്ലെയിം ഏറ്റവും ചെറിയ ഫ്ലെയിമിലേക്ക് ആക്കി വയ്ക്കുക. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കണം. അതിന് ശേഷം വേണം നമ്മൾ റൈസ് ലെയർ ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇനി ചെറിയ ബർണറിലേക്ക് മാറ്റി വയ്ക്കട്ടെ. ഇനി നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ് കേട്ടോ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ബിരിയാണിയുടെ ടേസ്റ്റ് കൂടും. നമുക്കിനി നമ്മുടെ റൈസ് ലെയർ ചെയ്യാം. റൈസ് ഒട്ടും ഓവർ കുക്കായി പോവാതെ വേണം നമ്മളിതുപോലെ വിട്ട് നിൽക്കുന്ന രീതിയിൽ വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ലെയർ ചെയ്യുമ്പോൾ തക്കോലം അതുപോലെ ഗ്രാമ്പൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് എടുത്ത് മാറ്റിക്കോളൂ കേട്ടോ. കഴിക്കുമ്പോൾ അധികം കടിക്കണ്ടല്ലോ, അതുകൊണ്ടാണ് എടുത്ത് മാറ്റാൻ പറയുന്നത്. അപ്പോൾ ഞാൻ കുറച്ചുകൂടി റൈസ് ഇടാൻ പോവാണ് കേട്ടോ. നമ്മുടെ ഫസ്റ്റ് ലെയർ റൈസ് നമ്മളിതാ ഇതുപോലെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് എത്ര ലെയർ വേണമെങ്കിലും റൈസ് സെറ്റ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ 1 ലെയർ ആദ്യം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിന് മുകളിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചേർക്കുന്നുണ്ട്. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടും റൈസിൻസും അതുപോലെ തന്നെ നമ്മുടെ കുറച്ച് സവോള ഫ്രൈ ചെയ്തത്. പിന്നെ ഞാൻ ചേർക്കുന്നത് 2 പിഞ്ച് ഗരം മസാലപ്പൊടിയാണ്. നിങ്ങളുടെ കയ്യിൽ ബിരിയാണി മസാല ഉണ്ടെങ്കിൽ ബിരിയാണി മസാല ചേർക്കാം. ഇല്ലെങ്കിൽ 2 പിഞ്ച് ഗരം മസാലപ്പൊടി ഇതുപോലെ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇതിന് മുകളിലായിട്ട് മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. പക്ഷെ ആവി കയറി വരുമ്പോൾ മല്ലിയിലയും പുതിനയിലയും കറുപ്പ് കളറായി വരും. അതുകൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുക്കാത്തത്. അപ്പോൾ മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാൻ ഇട്ട് കൊടുക്കാറില്ല. ഞാൻ ഇനി 1 ടീസ്പൂണും കൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ ഇടയ്ക്കൊന്ന് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. 1 ടീസ്പൂൺ മതി, ഒരുപാടൊന്നും വേണ്ട. വീണ്ടും നമുക്ക് അടുത്ത ലെയർ റൈസും കൂടി സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ലെയറും റൈസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ആദ്യത്തെ ലെയറിൽ ചെയ്തതുപോലെ തന്നെ കാഷ്യൂനട്ടും റീസിൻസും ഇട്ടു, ഗരം മസാലപ്പൊടി ഇട്ടു, സവോള ഫ്രൈ ചെയ്തിട്ടു. ഇനി നമ്മൾ 2 ടീസ്പൂൺ നെയ്യ് ഒഴിക്കും കേട്ടോ. ലാസ്റ്റ് ലെയറിൽ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചധികം നെയ്യ് ചേർത്താലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. 2 ടീസ്പൂൺ നെയ്യ് ചേർത്തിട്ട് ഇനി നമുക്കൊന്ന് അടച്ചു വയ്ക്കണം. ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ആവി കയറ്റിയെടുക്കുക. അത്രയേ ഉള്ളൂ. ആ ചിക്കൻ്റെ ഒരു മസാല ഫ്ലേവറൊക്കെ ഒന്ന് റൈസിലേക്ക് ഒന്ന് ആവി കയറി വരണം. അപ്പോൾ നമ്മൾ അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. ഫ്ലെയിം ഓഫ് ചെയ്തു ഞാൻ. ഇനി നമുക്ക് തുറക്കാം. അപ്പോൾ നമ്മുടെ നെയ്യൊക്കെ ഒന്ന് മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. വല്ലാണ്ടങ്ങ് മെൽറ്റായി പോവില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് സമയം ആവി കയറ്റിയിട്ടില്ല. ഇനി നമുക്ക് ഈ റൈസ് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റണം. റൈസ് ആദ്യം മിക്സ് ചെയ്യുക. ഇതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക. അതിന് ശേഷം നമുക്ക് ഇതൊരു പാനിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മുടെ ചിക്കൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം. ഞാനിപ്പോൾ റൈസ് എടുത്ത് മാറ്റട്ടെ. ഇപ്പോൾ നമ്മൾ നമ്മുടെ മസാലയുള്ള റൈസും പ്ലെയിൻ റൈസും എടുത്ത് 2-2 വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം കുറച്ച് മസാലയുള്ള റൈസ് പ്ലേറ്റിലേക്ക് മാറ്റാം. അതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് പ്ലെയിൻ റൈസ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് സെർവ് ചെയ്യാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ എൻ്റെ ഐഡിയയ്ക്ക് അനുസരിച്ച് സെർവ് ചെയ്യാൻ പോകുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിത് സെർവ് ചെയ്തിട്ട് കാണിക്കാം. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇതാ നമ്മൾ പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് നിങ്ങളും പ്രസൻറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ എന്താ ലാസ്റ്റ് കുറച്ച് മിൻറ്റ് ലീവ്സ് ഒക്കെ ഇട്ട് ഒരു മുട്ടയൊക്കെ വെച്ചിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും അതുപോലെ ഇഷ്ടമായോ ഇല്ലയോ എന്നൊന്ന് കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. പിന്നെ ഇഷ്ടപ്പെട്ട റെസിപ്പി ആണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുക്കണേ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.